കൊല്ലം പുനലൂരിൽ മുഖംമൂടി ധരിച്ച് ആയുധങ്ങളുമായി മോഷ്ടാവ്. ചാലക്കുടി പ്രദേശത്ത് 3 ദിവസങ്ങളിലായി 6 വീടുകളിലാണ് മോഷണ ശ്രമമുണ്ടായത്. മോഷ്ടാക്കളുടെ CCTV ദൃശ്യം 24-ന് ലഭിച്ചു. അരുൺരാജ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അരുൺ, ഇക്കാര്യത്തിൽ പോലീസ് എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട്? തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ മോഷ്ടാവിനെ? ഉന്മേഷ കഴിഞ്ഞ 3 ദിവസമായി പുനലൂര് ചാലക്കോട് പ്രദേശത്ത് ആയുധങ്ങൾ ധരിച്ച് മുഖംമൂടി ഇട്ടുകൊണ്ട് ഇത്തരം മോഷ്ടാക്കളുടെ ഒരു പതിവ് സന്ദർശനം ഉണ്ട്. പക്ഷേ ഇതുവരെ പോലീസിന് ഇവരെ സംബന്ധിച്ച് കൃത്യമായ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ചാലക്കോട് അടക്കമുള്ള പുനലൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ മോഷ്ടാക്കൾ പതിവായി എത്തുന്നതിന്റെ ഭീതിയിലാണ് നാട്ടുകാരെല്ലാം തന്നെ. 7 മണിക്ക് ശേഷം പലരും വീട് വിട്ട് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഉള്ളത് എന്നുകൂടി ഈ നാട്ടുകാർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് പോലീസിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പരിശോധന ഉള്ള സ്ഥലങ്ങളിലല്ല ഈ മോഷ്ടാക്കളെ കണ്ടുവരുന്നത്. നാട്ടുകാരുടെ കൂടി ഒരു സേവനം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നിലവിലുള്ള അഭ്യർത്ഥന. ഈ CCTV ദൃശ്യങ്ങളിലെല്ലാം മോഷ്ടാക്കളെ കാണുന്നുണ്ടെങ്കിലും അവരുടെ മുഖമടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല. കയ്യിൽ ആയുധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടമായുള്ള സംഘത്തെ മാത്രമേ, അല്ലെങ്കിൽ ഒരു നാട്ടുകാർക്ക് ഒരുമിച്ച് മാത്രമേ ഇവരെ നേരിടാൻ കഴിയൂ എന്നുള്ള ഒരു വിശ്വാസം ഈ മോഷ്ടാക്കൾക്ക് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മോഷ്ടാക്കൾ നിരന്തരമായി എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും 3 വീടുകളിൽ മോഷണം നടന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തിവരികയാണ്. അതിർത്തിയുമായി പങ്കിടുന്ന, ഈ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമായതിനാൽ ഈ തമിഴ്നാട് സ്വദേശികളാണോ മോഷണത്തിന് പിന്നിൽ എന്നുള്ള കാര്യവും ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്.